എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ രോഹിത്തിനുള്ള ഫുഡൊക്കെ ആയിട്ട് അലീന രോഹിത്തിൻ്റെ റൂമിലോട്ട് ചെല്ലും. എന്നിട്ട് അവനോട് കൈ കഴുകിയിട്ട് വരാൻ പറയുക. അവൻ കൈ കഴുകിയിട്ട് വന്ന് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ചേച്ചി കഴിച്ചായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ കഴിച്ചു, അച്ഛൻ തനിച്ചിരുന്ന് കഴിക്കണ്ടല്ലോ എന്ന് കരുതി അച്ഛൻ്റെ കൂടെ ഇരുന്ന് കഴിച്ചു എന്ന് പറയുവാണ്. അന്നേരം അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞോ, അച്ഛൻ എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുകയാണ് രോഹിത്ത്. അന്നേരം ഇല്ല, നിന്നെ അച്ഛൻ വഴക്കൊന്നും പറഞ്ഞിട്ടില്ല. അച്ഛൻ ചോദിച്ചു നിനക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ പുറത്തു പോകാനൊക്കെ എന്താ നാണക്കേടാണോ എന്ന് ചോദിച്ചു എന്ന് പറയുമ്പം രോഹിത്ത് പറയും സത്യമായിട്ടും നാണക്കേടാ ചേച്ചി, ഞാൻ തെറ്റ് ചെയ്തു എന്ന് എനിക്കറിയാം, എന്നെ ശരിക്കും ഹരി പെടുത്തിയതാണ്, അല്ലാതെ ഞാൻ മനസ്സറിഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുക. അന്നേരം അലീന പറയും നീ അങ്ങനെ പറഞ്ഞ് ഒഴിയാൻ ശ്രമിക്കേണ്ട, നിനക്ക് ഇതിനു മുമ്പും തെറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഒരുപാട് തവണ ഉണ്ടായിട്ടുള്ളതാണ്. അത് നിനക്കറിയാലോ, ഞാൻ ഇവിടെ വന്നിട്ട് ഏകദേശം 1 വർഷം ആകാറാകുവാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ നന്നായിട്ടറിയാം. നീ ആ ആളൊഴിഞ്ഞ വീട്ടിലേക്ക് ഹരി വിളിച്ചപ്പം ചെന്നത് അവിടെ ബർത്ത്ഡേ പാർട്ടി നടക്കുവാണ് എന്ന് കരുതിയല്ലോ. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയാമായിരുന്നു, എന്നിട്ട് നീ ചെന്ന് കൂടിയതല്ലേ അവരുടെ കൂടെ എന്ന് ചോദിക്കുക. അന്നേരം രോഹിത്ത് പറയുന്നുണ്ട് ശരിയാ, എൻ്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അവൻ എപ്പോഴും പറയുമായിരുന്നു ഒരു പെൺകുട്ടിയെ കൊണ്ടുവരും എന്ന്. പക്ഷേ അത് സ്നേഹിക്കുന്ന പെൺകുട്ടിയെ ഇങ്ങനെ ചതിച്ചു കൊണ്ടുവരും എന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു എന്നൊക്കെ പറയുവാണ്. അന്നേരം അലീന പറയും സാരമില്ല, തെറ്റ് പറ്റിപ്പോയി, ഇനി ആ തെറ്റിനെ തിരുത്തി മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പം ചേച്ചിക്ക് എന്നോട് വെറുപ്പായിരിക്കൂലേ എന്ന് ചോദിക്കുക രോഹിത്ത്. അന്നേരം ഇല്ലടാ, നിന്നോട് എനിക്ക് വെറുപ്പൊന്നുമില്ല, നീ എൻ്റെ അനിയനല്ലേ, നീ തെറ്റ് മനസ്സിലാക്കി അത് ഏറ്റു പറഞ്ഞു. നിന്നെക്കൊണ്ട് ഇതെല്ലാം ഞാൻ പറയിപ്പിച്ചത് നിൻ്റെ മനസ്സിൽ എവിടെയെങ്കിലും ഈഗോ കിടപ്പുണ്ടെങ്കിൽ അതുകൂടെ മാറിക്കിട്ടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ആ തെറ്റിനെയെല്ലാം തിരുത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലാതെ ലൈഫ് തൊലച്ച് കളയുമല്ല ചെയ്യേണ്ടത് എന്നൊക്കെ പറയും. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രോഹിത്ത് പറയും മതി ചേച്ചി, എൻ്റെ വിശപ്പ് കിട്ടും, എനിക്ക് വേണ്ട എന്ന്. അന്നേരം അത് പറ്റിയല്ല, നീ ഭക്ഷണം മൊത്തം കഴിക്കണം, അല്ലെങ്കിൽ നിനക്ക് ഞാൻ വാരി തരും, അതുകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അടുത്ത് നിന്ന് രോഹിത്തിനെ കൊണ്ട് ഫുഡ് കഴിപ്പിക്കുവാണ് മൊത്തം. പിന്നെ കാണിക്കുന്നത് ടോണിയാണ്. ടോണി മാമച്ചായൻ ലൊക്കേഷനൊക്കെ അയച്ചു കൊടുത്തതനുസരിച്ച് അവരെ കാണാൻ വേണ്ടി ആ വീട്ടിലോട്ട് വരുന്നുണ്ട്. കോളിംഗ് ബെല്ലടിക്കും. അന്നേരം വന്ന് വാതിൽ തുറക്കുന്നത് രേവതിക്കുട്ടിയാണ്. അപ്പോഴത്തേക്കും ഗ്രേസിയമ്മയും വരും. ആരാ മോളെ എന്ന് ചോദിക്കുമ്പം ടോണിച്ചായനാണെന്ന് പറയും. അങ്ങനെ ടോണിയെ രണ്ടുപേരോട് സ്വീകരിച്ച് അകത്ത് കയറ്റിയിരുത്തും. എന്നിട്ട് മാമച്ചായനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഗ്രേസിയമ്മ അങ്ങ് പോകും. അന്നേരം കുടിക്കാൻ എന്താ വേണ്ടത്, ചായയാണോ കാപ്പിയാണോ എന്ന് ചോദിക്കുക രേവതി. അന്നേരം ഇതിൽ രണ്ടിൽ ഏതെങ്കിലും നിർബന്ധമാണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ രീതി എന്ന് പറയുമ്പോൾ എങ്കിൽ ഇഷ്ടമുള്ള എന്തെങ്കിലും എടുത്താൽ മതി എന്ന് പറയുവാണ്. അങ്ങനെ രേവതിക്കുട്ടി ചായ എടുക്കാനായിട്ട് അങ്ങ് പോകും. അത് കഴിയുമ്പോഴാണ് മാമച്ചായൻ വരുന്നത്. മാമച്ചായനും പരിചയപ്പെടുന്നു. എങ്ങനെയുണ്ട് ഇപ്പം അസുഖമൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ്, വലിയ പ്രശ്നമില്ല എന്ന് പറയും. അങ്ങനെ അവരിരുന്ന് സംസാരിക്കാൻ തുടങ്ങുവാണ്. അന്നേരം ടോണി ചോദിക്കുന്നുണ്ട് ഇതിനു മുമ്പ് നിങ്ങൾ എന്നെ കാണാൻ വന്നിരുന്നു, ആ സമയത്ത് നിങ്ങൾ വന്നതിൻ്റെ കാരണം എന്നോട് പറഞ്ഞില്ല, പിന്നീട് ഒരിക്കൽ വരാമെന്ന് പറഞ്ഞു, പിന്നീട് നിങ്ങളെ അങ്ങോട്ട് കണ്ടില്ല, ഒരു ഫോൺ കോൾ പോലും കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, നിങ്ങൾ എന്തിനായിരുന്നു അന്ന് എന്നെ കാണാൻ വന്നത് എന്ന് ചോദിക്കുക. അതുപോലെ ഷെറിനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം, ഷെറിനുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവരുടെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് ആണ് ഷെറിൻ എന്ന് പറയും. പിന്നെ ഇവരങ്ങോട്ട് ചെന്നത് ഷെറിനെയും ടോണിയെയും കൂടി ഇനിയും ഒന്നിപ്പിക്കാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ അത് നടക്കട്ടെ എന്ന് കരുതിയാണ് എന്ന് പറയുമ്പം ടോണി പറയുന്നുണ്ട് അതിനൊന്നും അല്ല നിങ്ങൾ അങ്ങോട്ട് വന്നത് എന്ന് എനിക്കറിയാം, അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് തുറന്നു പറ എന്ന് വീണ്ടും പറയും. അന്നേരം മാമച്ചായൻ അങ്ങോട്ട് തിരിച്ചു ചോദിക്കുകയാണ് ഞങ്ങൾക്ക് 2-3 സംശയങ്ങളുണ്ട്, അതൊന്ന് തീർത്തു തരാൻ പറ്റുമോ എന്ന്. അന്നേരം എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ തീർത്തു തരാം, എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത് എന്ന് ചോദിക്കുവാണ്. അന്നേരം മാമച്ചായൻ ചോദിക്കും നിങ്ങൾ രണ്ടുപേരുടെയും, അതായത് ഷെറിൻ്റെയും ടോണിയുടെയും വിവാഹം നടക്കുന്ന സമയത്ത് ഷെറിൻ പ്രസവിച്ച ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ടായിരുന്നോ, ആ കുട്ടി ഉള്ളതായിട്ട് ഷെറിൻ അറിയാമായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പം ടോണി പറയുന്നുണ്ട് അതുവരെ ആ കുട്ടിയെക്കുറിച്ചുള്ള അറിവൊക്കെ അവൾക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണല്ലോ അവൾ വിവാഹത്തിന് സമ്മതിച്ചതൊക്കെ. അതിനുശേഷം അവളുടെ വീട്ടുകാർ ഒരു അതിബുദ്ധി കാണിച്ചു, ആ കുട്ടി പിന്നീട് ഷെറിനോ അവളുടെ വീട്ടുകാർക്കോ ഒരു ബാധ്യതയാകാതിരിക്കാൻ വേണ്ടി അവർ ആ കുട്ടിയെ മാറ്റി. ആ കുട്ടിയെ കാണാതായതിനു ശേഷമാണ് അവൾക്ക് മാനസികമായിട്ട് അസുഖം ഉണ്ടായത്. ആ കുട്ടിയെ കണ്ടിരുന്നുവെങ്കിൽ അവൾക്ക് ചിലപ്പം ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പറയുവാണേ. അന്നേരം ആ കുട്ടിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാവോ എന്ന് ചോദിക്കും. അന്നേരം ടോണി പറയും ചിലപ്പം കൊന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആർക്കെങ്കിലും വിറ്റിട്ടുണ്ടാവും, അവരെന്താ ചെയ്തതെന്ന് നമുക്ക് അറിയില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ആകെ വിഷമാവുന്നുണ്ട് ഗ്രേസിയമ്മയ്ക്ക്. കൊന്നിട്ടൊന്നും ഉണ്ടാകില്ലെന്ന് എനിക്ക് തോന്നി എന്ന് പറയുക. അന്നേരം ചിലപ്പോൾ ഇല്ലായിരിക്കും, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയും. എന്നിട്ട് ടോണി തിരിച്ചു ചോദിക്കുക ഞാൻ പറയാനുള്ളത് പറഞ്ഞല്ലോ, ഇനി നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് വന്നത് എന്ന് പറ, നിങ്ങൾ ഈ പറഞ്ഞ
കാരണത്തിന് വേണ്ടി എന്നെയും ഷെറിനെയും തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങോട്ട് വന്നത് എന്ന് പറയല്. അതല്ല കാരണമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് നിങ്ങൾ തുറന്നു പറ എന്ന് പറയും. അന്നേരം ഇവരിങ്ങനെ ആകെ വിഷമിച്ചിങ്ങനെ പരസ്പരം നോക്കി നിൽക്കുവാണ്. അന്നേരം എന്താണെങ്കിലും എന്നോട് പറ എന്ന് വീണ്ടും ടോണി പറയുമ്പം ഗ്രേസിയമ്മ പറയുവാണ് ഞാൻ പറയാമെന്ന്. എന്നിട്ട് പറയുവാണ് ആ കുഞ്ഞിൻ്റെ പപ്പ, ഷെറിൻ പ്രസവിച്ച ആ കുഞ്ഞിൻ്റെ പപ്പ ആകേണ്ടിയിരുന്നത് ഞങ്ങളുടെ മകനാണ് എന്ന്. അത് കേട്ടിങ്ങനെ ഞെട്ടിയിരിക്കുക കേട്ടോ ടോണി. ആകെ വിഷമിച്ച് പോകുന്നുണ്ട് ടോണി. അത് കഴിഞ്ഞ് ടോണിയെ രേവതിക്കുട്ടി ഗ്രേസിയമ്മയുടെ മകൻ്റെ റൂമൊക്കെ കൊണ്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ റൂമിൽ നിറയെ ഗ്രേസിയമ്മയുടെ മകൻ്റെയും അതുപോലെ ഷെറിൻ്റെയും ഒക്കെ ഫോട്ടോ അല്ലേ. അത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമമാകുവാണ് ടോണിക്ക്. കാരണം ടോണിയുടെ മനസ്സിൽ നിന്ന് ഇതുവരെ ഷെറിൻ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ വേറൊരാളോട് അത്രയും ഇഷ്ടത്തോടെ അടുത്ത് നിൽക്കുന്ന ഫോട്ടോസാണല്ലോ അതിൻ്റെ അകത്തുള്ളത് മൊത്തം. അത് കാണുമ്പോൾ ബുദ്ധിമുട്ടാണ്. അന്നേരം ഇത്രത്തോളം ഒരാളെ സ്നേഹിച്ചിട്ടാണോ അവൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്? എന്നിട്ട് അവൾക്ക് എങ്ങനെ എന്നെ സ്നേഹിക്കാൻ സാധിച്ചു? അതോ ആ സ്നേഹവും ഒരു അഭിനയമായിരുന്നോ? എനിക്കിതൊക്കെ കാണുമ്പോൾ വീണ്ടും വീണ്ടും ഷെറിനോട് വെറുപ്പ് തോന്നുവാണ് എന്നൊക്കെ പറയും. എന്നിട്ട് പറയുവാണ് മറ്റൊരുത്തൻ്റെ കുഞ്ഞിനെ പിഴച്ച് പ്രസവിച്ചിട്ടാണ് അവൾ എൻ്റെ ജീവിതത്തിലോട്ട് വന്നത്. ഇതൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇവിടെ വന്ന് ഈ ഫോട്ടോസൊക്കെ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്കിത് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പം രേവതിക്കുട്ടി പറയും അതിനർത്ഥം ഇപ്പോഴും ടോണിച്ചാൻ്റെ മനസ്സിൽ ഷെറിൻ ചേച്ചി ഉണ്ട് എന്നല്ലേ, ഷെറിൻ ചേച്ചി ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് എന്നല്ലേ എന്ന് നോക്കുമ്പം അതെന്തെങ്കിലും ആകട്ടെ, ഏതായാലും എനിക്ക് ഇങ്ങോട്ട് വരണ്ടായിരുന്നു. എൻ്റെ മനസ്സിൽ നിന്ന് ആ ചിന്തകളെല്ലാം ഞാൻ മാച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ അങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയും. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട് ഇവർ തമ്മിൽ നല്ല സ്നേഹത്തിലായിരുന്നു. ഇവരുടെ വിവാഹം വരെ ഉറപ്പിച്ചതായിരുന്നു. വിവാഹത്തിന് 2-3 ദിവസമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഉണ്ടായ ആ കുഞ്ഞിനെ പിഴച്ച് പ്രസവിച്ചു എന്നൊന്നും പറയരുത്. അവരുടെ സ്നേഹത്തിൻ്റെ ഒരു ഫലമായിരുന്നു ആ കുഞ്ഞ് എന്നൊക്കെ പറയുമ്പം അത് നിങ്ങൾക്ക്, പക്ഷേ എനിക്ക് അങ്ങനെയല്ല, എൻ്റെ ജീവിതം തുലച്ചത് ഇവനാണ് എന്നിങ്ങനെ പറയുക കേട്ടോ ടോണിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ഈ റൂമിൽ നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഈ ഫോട്ടോസൊന്നും കാണാനും സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് റൂമിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോരുവാണ്. ഏതായാലും താഴേക്ക് വരുമ്പം അവിടെ ഗ്രേസിയമ്മയും മാമിച്ചാനും നിൽപ്പുണ്ട്. അന്നേരം അവരോട് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് അന്ന് എൻ്റെ വീട്ടിലോട്ട് വന്നത് എന്നും നിങ്ങളുടെ ആവശ്യം എന്തായിരുന്നു എന്നും ഒക്കെ എനിക്കറിയാമെന്ന് പറയുമ്പം മാമിച്ചാൻ പറയുവാണ് ഞങ്ങളുടെ മകൻ മരിച്ചുപോയി, അവൻ്റെ ഒരു കുഞ്ഞ് ഈ ഭൂമിയിലുണ്ട്, അവൻ മാത്രമേ, അതാണായാലും പെണ്ണായാലും ആ കുഞ്ഞ് മാത്രമേ ഇനി ഞങ്ങൾക്കുള്ളൂ, ആ കുഞ്ഞിനെ ഒന്ന് കണ്ടുപിടിക്കാൻ ഒന്ന് സഹായിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും ദേഷ്യം വരുവാണ് ടോണിക്ക്. ടോണി ചോദിക്കുവാണ് നിങ്ങൾ എന്താ എന്നോട് ആവശ്യപ്പെട്ടത് എന്ന് അറിയാവോ? എൻ്റെ ഭാര്യ പിഴച്ച് പ്രസവിച്ച ആ കുഞ്ഞിനെ കണ്ടുപിടിച്ച് ഇതിനു മുമ്പുണ്ടായിരുന്ന കാമുകൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ കൊണ്ടുതരണം എന്നാണ് നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടത്. ഇതുപോലെ എന്നോട് ആവശ്യപ്പെടുന്നത് നിങ്ങളെ ഞാൻ എന്താണ് വിളിക്കേണ്ടത് എന്ന് ചോദിക്കുവാണ്. അന്നേക്കും വിഷമാവുന്നുണ്ട് ഗ്രേസിയമ്മയ്ക്കും മാമിച്ചായനും. അന്നേരം അവർ പറയും ഞങ്ങൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, ഇനി ഇങ്ങനൊരു ആവശ്യം പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് വരില്ല എന്ന് പറയും. അന്നേരവും ടോണി പിന്നെയും പറയുന്നുണ്ട് ഞാൻ എല്ലാം മറന്നു തുടങ്ങിയതായിരുന്നു, ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും നിങ്ങളിത് കുത്തിപ്പൊക്കിയത്, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയും. അന്നേരം മാമിച്ചായൻ പറയുന്നുണ്ട് എൻ്റെ മകൻ ഒരിക്കലും നിന്നെ കണ്ടിട്ട് പോലുമില്ല, നിന്നോട് യാതൊരു ദ്രോഹവും ചെയ്തിട്ടില്ല, ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് ഞങ്ങൾക്കും അറിയത്തില്ലായിരുന്നല്ലോ, ഞങ്ങളുടെ ഏക അവകാശിയായിരുന്നു അവൻ മരിച്ചതിന് ശേഷം ആകെ സങ്കടപ്പെട്ട് ഞങ്ങൾ കഴിയുമ്പോഴാണ് ഇങ്ങനൊരു തീപ്പൊരി ബാക്കിയുണ്ട് എന്നറിയുന്നത് എന്ന് പറയുക. അന്നേരം ടോണി പറയുവാണ് ആ തീപ്പൊരിയാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചത്, അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല, അത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനും എനിക്ക് ആവത്തില്ല, അതുകൊണ്ട് ഇനി ഒരിക്കലും എന്നെ അന്വേഷിച്ച് വന്നേക്കരുത്, എന്നോട് ഇതിനെപ്പറ്റി ഒന്നും ചോദിച്ചേക്കരുത്, എന്നെ ഫോൺ വിളിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടാണ് ടോണി അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്നത്. അന്നേരം മാമിച്ചായൻ ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചതിന് സോറി ചോദിക്കുന്നുണ്ട്, ക്ഷമിക്കണം ഞാൻ ചോദിച്ചത് തെറ്റാണെങ്കിൽ, അതുപോലെ ഇനി ഒരിക്കലും ഞങ്ങൾ ഈ ആവശ്യം പറഞ്ഞ് വരില്ല, ശല്യം ചെയ്യില്ല എന്നൊക്കെ പറയുന്നു. അന്നേരം ടോണിക്ക് ദേഷ്യമാണ്. ടോണി പറയുക എനിക്കിങ്ങോട്ടും വരണ്ടായിരുന്നു, എനിക്കിതൊക്കെ കണ്ടിട്ട് എൻ്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പം രേവതിക്കുട്ടി പറയും ഞങ്ങൾ ചെയ്തത് തെറ്റാണ് എങ്കിൽ ടോണിച്ചായനോട് മാമിച്ചായൻ സോറി ചോദിച്ചല്ലോ, പിന്നെ എന്താ എന്ന് ചോദിക്കുമ്പോൾ ആയിക്കോട്ടെ അതൊന്നും പറയാൻ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് ടോണി ഇറങ്ങി പോരുന്നത്. ടോണിക്ക് ആകെ വിഷമമായി. അവൻ വണ്ടിയുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോഴും കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ടാണ് രേവതി നോക്കിയിട്ട് വണ്ടി കയറി പോകുന്നത്. പിന്നെയും കാണിക്കുന്ന അലീനയാണ്. രോഹിത്തിന് ഭക്ഷണമൊക്കെ കഴിപ്പിച്ചിട്ട് താഴോട്ട് ഇറങ്ങി അലീന വരുമ്പോഴാണ് കോളിംഗ് ബെല്ലടിക്കുന്നത്. തുറന്ന് നോക്കുമ്പോൾ സ്വിഗ്ഗിയിൽ നിന്ന് ഫുഡുമായിട്ട് വന്നത് ഡെലിവറി ബോയ് ആണ്. ഫുഡ് മേടിക്കും. അതിന് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ പേയ്മെൻറ്റ് ഓൾറെഡി ചെയ്തതാണ് എന്ന് പറയും. അതും മേടിച്ചുകൊണ്ട് വൈജയന്തിയുടെ റൂമിലേക്ക് വരുന്ന അലീനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പിന്നെ നാളത്തെ പ്രമോ കാണിക്കുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പ്രമോ ഇല്ലേ, അത് തന്നെയാണ്.